ജെയ്റ്റ്ലിക്കെതിരെ ആരോപണം ഉന്നയിച്ച കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുരളി മനോഹർ ജോഷിയുടെ വസതിയിൽ യോഗം ചേർന്നു. ജെയ്റ്റ്ലിക്കെതിരെ പാർട്ടിതല അന്വേഷണം വേണമെന്ന് അദ്വാനി വിഭാഗം ആവശ്യപ്പെട്ടു. നേരത്തെ സസ്പെൻഷൻ നടപടിക്കെതിരെ കീർത്തി ആസാദ് രംഗത്ത് വന്നിരുന്നു. തന്നെ സസ്പെൻഡ് ചെയ്തതിനുള്ള കാരണം ബി.ജെ.പിയും നരേന്ദ്രമോദിയും വ്യക്തമാക്കണമെന്ന് കീർത്തി ആസാദ് പറഞ്ഞു. അഴിമതി മൂടിവെക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും കീർത്തി ആസാദ് ആരോപിച്ചു. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് എം പി, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ജെ.ആർ. പത്മകുമാർ, ശ്രീ സി.ആർ. നീലകണ്ഠൻ എന്നിവർ ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ ജെ.ആർ. പത്മകുമാർ, എന്തുകൊണ്ടാണ് കീർത്തി ആസാദിനെ ബി.ജെ.പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യം പാർട്ടി വേദികളിൽ പറയണം. ബാക്കി പൊതുവായി പറയേണ്ട കാര്യങ്ങൾ പൊതുവായി പറയണം. മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യവും നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. മാത്രമല്ല, പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് തീരുമാനമെടുത്തു. അദ്ദേഹത്തിനോട് വിളിച്ചു, നിർദ്ദേശിച്ചു, ഇന്നതായിരിക്കണം നിങ്ങളുടെ കാര്യം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്, അതെങ്ങനെയാണ് പാർലമെന്റിലായാലും മറ്റിടത്തായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് പറഞ്ഞല്ലോ. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അച്ചടക്കം ലംഘിച്ചാൽ സസ്പെൻഡ് ചെയ്യണം. പക്ഷേ അതിനും ഒരു അച്ചടക്കമുണ്ട്. ശ്രീ ജെ.ആർ. പത്മകുമാർ, അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചോ? നോട്ടീസ് കൊടുത്തിട്ടാണോ സസ്പെൻഡ് ചെയ്തത്? നോട്ടീസ് അല്ലല്ലോ, അത് പാർട്ടി ഭരണഘടന അനുസരിച്ച് പാർട്ടി ചെയ്യുമല്ലോ. പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അല്ല സസ്പെൻഡ് ചെയ്തത്, പാർലമെന്ററി ബോർഡാണ്. പാർലമെന്ററി ബോർഡിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി ബോർഡ് എടുത്ത തീരുമാനമാണ് കീർത്തി ആസാദിന്റെ സസ്പെൻഷൻ. ശരി, അങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ അച്ചടക്കമില്ലായ്മയാണ് സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഒരുപാട് പാർട്ടിയിൽപ്പെട്ട ആളുകൾ പല കാര്യങ്ങൾ പറയുന്നു, അവരെ ഒന്നും ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാറില്ല. ഈ കാര്യം പറഞ്ഞതിന് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ആളുകളെ ആ പാർട്ടിക്കാർ സസ്പെൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞതിന്, അഴിമതി പറഞ്ഞതിന് കീർത്തി ആസാദിനെ നിങ്ങളുടെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്? ഇല്ല, അഴിമതി പറഞ്ഞു എന്നല്ലാതെ അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കാം. മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. കേരളത്തിൽ നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞതിന് അല്ലെങ്കിൽ കത്തയച്ചതിന് നടപടിയെടുത്ത പാർട്ടികൾ ആണ് മാർക്സിസ്റ്റ് പാർട്ടി. കോൺഗ്രസ്സിൽ പിന്നെ ആർക്കറിയാമല്ലോ, എങ്ങനെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ പോകുമ്പോൾ കോൺഗ്രസ്സിന് മാതൃകയാക്കാൻ പറ്റില്ല. ഒരു കേഡപ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടി അച്ചടക്കം പാലിക്കണം എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിൻ്റെ കൺസേൺ ബോഡി നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് അഴിമതി ആരോപണം വന്ന സമയത്ത് മുൻകാലങ്ങളിൽ പാർട്ടിയിൽപ്പെട്ട പല ആളുകളും, മുതിർന്ന ആളുകൾ, ശ്രീ എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത് എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ആ കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി പോകാത്തത്? രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ട് സത്യസന്ധത തെളിയിച്ച് തിരിച്ചു വരുന്നതല്ലേ കൂടുതൽ നല്ലത്? ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്ന മന്ത്രിമാർക്കെതിരെയൊക്കെ ബി.ജെ.പി ഉയർത്തുന്നതും ഇതേ കാര്യം തന്നെയല്ലേ? അല്ലല്ല, അതിൽ എൽ.കെ. അദ്വാനിയുടെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി എന്താ അഴിമതി നടത്തിയെന്ന് ആരാ ആരോപിക്കുന്നത്? എന്താ അതിന് പൊതുവെ ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നൊരു ആരോപണം. ആ ആരോപണം തെളിയിക്കാനുള്ള അവസരം അരുൺ ജെയ്റ്റ്ലി കൊടുത്തിട്ടുള്ള, അരുൺ ജെയ്റ്റ്ലിക്ക് എടുത്തിട്ടുള്ള എതിരെ വന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്ന അതിന് അദ്ദേഹം ഒരു അവസരം കൊടുത്തിട്ടുള്ള കോടതി കൊടുത്തു. മഹാരാഷ്ട്ര കേസ് സിവിലായും ക്രിമിനലായും കൊടുത്തു. ആരെ കയ്യിൽ രേഖയോ കൈരേഖയോ എന്തുണ്ടെങ്കിലും കോടതിയിൽ കൊണ്ടുവന്ന് അതിൽ അവതരിപ്പിച്ച് അരുൺ ജെയ്റ്റ്ലി കുറ്റക്കാരാണ് തെളിയിക്കാനുള്ള നല്ല അവസരമല്ലേ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അരുൺ ജെയ്റ്റ്ലി പക്ഷേ കീർത്തി ആസാദിന്റെ പേരിൽ ഒരു മഹാരാഷ്ട്ര കേസും കൊടുത്തിട്ടില്ല. കീർത്തി ആസാദ് അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ട് വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഈ കേസ് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അഴിമതിയുടെ കാര്യമാണ്. ആ അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോ അങ്ങ് പറഞ്ഞ അതേ ന്യായീകരണമാണ് അങ്ങയുടെ പാർട്ടി തന്നെ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നതും. ഇതേ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അവിടെ ഇരുന്നും പറയുകയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് ശ്രീ? അത് അങ്ങനെ താരതമ്യം ചെയ്തത് നിങ്ങൾ അഴിമതിയെ ഒരു വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം എന്താ? അത് ആദ്യം പറയട്ടെ, കീർത്തി ആസാദ് പറയട്ടെ. ഈ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കമ്പനി ലാ ബോർഡിൻ്റെ. അതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ. ആ അന്വേഷണത്തിൽ വളരെ ക്ലീൻ ചിട്ട് കൊടുത്തിട്ടില്ലേ അരുൺ ജെയ്റ്റ്ലിക്ക്? അതിൽ പറഞ്ഞിട്ടുള്ള നോ ഫ്രോഡ് വാസ് ഡിറ്റക്റ്റഡ് ആസ് അലിജ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം ചെയർമാനെ പോലെ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഡേ ടു ഡേ ഓഫീസിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന് ഇതേ UPA ഗവൺമെൻറ് ഭാഗത്ത് അന്ന് നിശ്ചയിച്ച ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. UPA കാലത്ത് നടന്നതെല്ലാം ശരിയാണെന്ന് അങ്ങനെ ശരിയെന്നുള്ളതല്ല. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. BCCIയുടെ ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് മുൻകാലങ്ങളിൽ പല കേസുകളിലും ഇതുപോലെയുള്ള തീർപ്പുകൾ കൽപ്പിക്കപ്പെട്ടതെല്ലാം പിന്നീട് വീണ്ടും തുറന്ന
തുടർന്ന് അന്വേഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അന്വേഷിക്കാൻ ഇപ്പൊ ക്രിക്കറ്റ് ബോർഡിനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ 2 കമ്മിറ്റി മുഡ്ഗൽ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ജാനുവരി 4 ഇതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഈ DDCA-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് തുടർന്ന് KPS ഗിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹോക്കി ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ അരുൺ ജെയ്റ്റ്ലിയുടെ മകളുടെ പേര് അവിടെ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി. എൻ്റെ മക്കൾക്ക് സ്പോർട്സുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാണ് പല പാനലുകളിലും അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഇപ്പോഴും ആ വെബ്സൈറ്റിലുണ്ട്. ശ്രീ JR പത്മകുമാർ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നത് ഇപ്പോൾ അവിടെയാണ്. അല്ലല്ല, ഗില്ലിത് എന്താണ് BJP-യോടുള്ള കലിപ്പെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരുന്നിട്ട് തിരിച്ച് രാജ്യസഭയിലേക്ക് പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരാൻ പോയപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളിൽ അങ്ങനെ ഉടൻ തന്നെ സജീവ പൊളിറ്റിക്സ് വരുന്നത് നമ്മുടെ ആ സ്ഥാപനത്തെ അതിന്റെ മതിപ്പ് കുറയ്ക്കുമെന്നുള്ളൊരു നിലപാട് BJP എടുത്തതിന്റെ ഒരു ഇതാണല്ലോ. ഇതിൽ എന്താ ആരോപണം? ഏതെങ്കിലും രീതിയിൽ അല്ല ഒരു സ്ഥാപനത്തിന്റെ ഹോക്കി ഇന്ത്യയുടെ കേസ് നടത്തുന്ന വക്കീലന്മാരുടെ ഒരു പാനലിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആരോപണമാണോ? വക്കീലന്മാരുടെ പാനൽ മാത്രമല്ല, അതിനകത്തുള്ള പല എത്തിക്സ് കമ്മിറ്റി അതല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് കമ്മിറ്റി ഇതിന്റെയൊക്കെ പാനൽ ഹോക്കി ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അവരുടെ ചർച്ചകൾ നടക്കുമ്പോൾ വേണമെങ്കിൽ TANDA ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന മറ്റു പല പോളിസി മേക്കിങ്ങിലും ഒക്കെ ഇടപെടാൻ പറ്റുന്ന സ്ഥലത്താണ് അവരുടെ പേര്. ഇതാണെങ്കിൽ ഞാൻ കേരളത്തില് അങ്ങനെ ഇതൊരു വലിയ അപരാധമായിട്ട് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലുള്ള ആ പ്രൊഫഷൻ ഇതിൽ ഉപയോഗിക്കുന്നത് വലിയ അപരാധമാണ്. കേരളത്തിലൊരു മന്ത്രി സ്വന്തം മകന്റെ ഭാര്യയെ കുക്കായിട്ട് വെച്ച് പെൻഷൻ വാങ്ങി പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് ശമ്പളം വാങ്ങി വന്നപ്പോ ഞങ്ങളെടുത്ത തീരുമാനം എന്താ? ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ എടുത്ത തീരുമാനം ബന്ധക്കാരും സ്വന്തക്കാരും ആരും പേഴ്സണൽ സ്റ്റാഫിൽ വേണ്ട, മറ്റേ ഗവൺമെന്റിൽ ഇരുന്ന ആളുകൾ വേണ്ട. ഇങ്ങനെയൊക്കെ വളരെ പുരോഗമനപരമായ വളരെ അഭിമാനകരമായ തീരുമാനങ്ങൾ എടുത്തില്ലേ ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ A സമ്പത്ത്, താങ്കൾ പാർലമെന്റിലെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളാണ്. അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിന്റെ സമ്മേളനം ഇപ്പോൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനു മുമ്പ് സമ്മേളനം അവസാനിച്ച് ഇപ്പോൾ ക്രിസ്മസ് അവധിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നത്? അരുൺ ജെയ്റ്റ്ലി കീർത്തി ആസാദിനെതിരെ ഇപ്പോൾ BJP എടുത്തിരിക്കുന്ന ഈ പടയൊരുക്കം അരുൺ ജെയ്റ്റ്ലിയെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ്. അല്ല, ഈ BJP-ക്കകത്തുള്ള ഉള്ളുകളികളെ സംബന്ധിച്ച് പറയാൻ ഞാനല്ല അതിൻ്റെ ആൾ. അത് നന്നായി ഒരു പക്ഷേ പറയാൻ കഴിയുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീ പത്മകുമാറിനായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ DDCA എന്നുള്ളത് നമ്മുടെ ഈ അഖിലേന്ത്യാ തലത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുടെ ഉടമയാണ് DDCA. അവിടെ 13 വർഷക്കാലം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ഇന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന വേളയിൽ ഈ ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ, അഴിമതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാരോപണം. ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി 3 തവണയായി BJP MP ആയിട്ടുള്ള ശ്രീ കീർത്തി ആസാദാണ്. കീർത്തി ആസാദ് BJP-യുടെ തന്നെ മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ഭഗവത് ആസാദിൻ്റെ പുത്രൻ കൂടിയാണ്. 56 വയസ്സുകാരനായ കീർത്തി ആസാദ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തനായ ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ്. ഇവിടെ അദ്ദേഹം ഈ കാര്യം ഉന്നയിക്കുമ്പോൾ BJP-യുടെ MP എന്നുള്ള നിലയിൽ ഇക്കാര്യം അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായ വാർത്താ പ്രാധാന്യം നേടുകയുണ്ട്. പക്ഷേ അദ്ദേഹം മാത്രമല്ല ഈ കാര്യം ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 8 കൊല്ലത്തിന് മുമ്പ് ഉന്നയിച്ച വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ബിഷൻ സിംഗ് ബേഡിയെ സംബന്ധിച്ച് നമ്മുടെയെല്ലാം ലാലിൻ്റെയും എൻ്റെയും പത്മകുമാറിൻ്റെ എല്ലാം പ്രായത്തിലുള്ളവർ നമ്മളൊക്കെ തന്നെ ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് അന്ന് ഈ ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ആകാശവാണിയുടെ ക്രിക്കറ്റ് കമൻ്ററി കേട്ട് മാത്രം, അല്ലെങ്കിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം അങ്ങനെ കേട്ട് ആവേശം കൊണ്ടിരുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ബേഡിയെ ഒഴിവാക്കിയപ്പോൾ ചുവരുകളിൽ അന്ന് കുട്ടികൾ എഴുതുകയുണ്ടായി. പഠിപ്പ് മുടക്കങ്ങൾ പോലും നടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നോ ബേഡി നോ ടെസ്റ്റ് എന്നുള്ളത്, ബേഡിയില്ലാതെ ടെസ്റ്റ് വേണ്ട എന്നുള്ള നിലയിലേക്ക് പിന്നീട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഗില്ല് പറഞ്ഞ ഒരു കാര്യം, അപ്പോൾ അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇപ്പോൾ ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്നുള്ള നിലയിൽ പറയാം. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്. 87 കോടി രൂപയുടേതായിട്ടുള്ള പേയ്മെൻറ്റ്സ് നടത്തിയത്
അത് ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ അറിവും സമ്മതവും ഒത്താശയോടും കൂടിയായിരുന്നു എന്നുള്ളതും 14 വ്യാജ കമ്പനികൾക്കാണ് ഇത് നൽകിയിരുന്നത് എന്നുള്ളതും 27 കോടി രൂപയ്ക്ക് താഴെ മാത്രം ചെലവഴിക്കേണ്ടിയിരുന്ന ഇടത്താണ് 87 കോടി രൂപ ചെലവഴിച്ചത് എന്നുള്ളതുമാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ദേശീയ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വരികയുണ്ടായി. ഇത് കീർത്തി ആസാദ് ഇംഗ്ലീഷ് ചാനലുകളിലടക്കം ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. എനിക്കെതിരായി മാനനഷ്ട കേസ് കൊടുക്കൂ. ഇവിടെ ഇപ്പോൾ മാനനഷ്ട കേസ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ 5 പേർക്കെതിരായി, കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായി ഒരു പക്ഷേ കൊണ്ടുവന്ന അത്തരത്തിലൊരു കേസ് കൊടുത്താൽ ഈ കേസൊന്നും അങ്ങനെയൊന്നും ഒരിടത്തും എത്താനായി പോകുന്നില്ല. മാനനഷ്ട കേസ് കൊടുത്തിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അവർ വാദിയായി കൂട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കെതിരായി ഉയരുന്നതായിട്ടുള്ള വല്ലാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് ഉത്തരം പറയാനായി കഴിയില്ല എന്നുള്ളത് കൊണ്ട് നോട്ടീസ് അയക്കലും ഇങ്ങനെ കേസ് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകലും കേസിൻ്റെ വഴിക്കും കക്ഷികൾ അവരുടെ വഴിക്കും പോകുന്നതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചരിത്രം. ഇവിടെ ഒരു കാര്യം വാസ്തവത്തിൽ ഇദ്ദേഹം ശ്രീ ജെയ്റ്റ്ലി എന്തായാലും ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ ഇത് വഴിവിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ആരോപണമല്ല പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ എന്തായാലും ഇക്കാര്യത്തിന് മറുപടി പറയേണ്ടത്. പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തി ഇങ്ങനെ ആരോപണ വിധേയനായിരിക്കുമ്പോൾ അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിനെ സംബന്ധിച്ചാണ്. ഇത് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ആദ്യത്തെ മന്ത്രിയല്ല ഈ ആരോപണത്തിന് വിധേയമാകുന്നത്. ശ്രീമതി സുഷമാ സ്വരാജിനെ സംബന്ധിച്ചുള്ള ആരോപണം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവർ അതിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് BJP നേതാവ് വസുന്ധരാജ സിന്ധ്യയെ സംബന്ധിച്ചുണ്ടായതും കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉടലെടുത്തതായിട്ടുള്ള ഇതെല്ലാം നിൽക്കുകയാണ്. BJP 2ാം UPA സർക്കാരിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല അഴിമതിയുടെ കാര്യങ്ങളിൽ എന്ന് അവരുടേതായിട്ടുള്ള ഈ നാൾ വഴികൾ തെളിയിക്കുകയാണ്. ഞാൻ ശ്രീ CR നീലകണ്ഠനിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ JR പത്മകുമാർ, അതായത് ഇവിടെ ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞ ഒരു കാര്യവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ന കാവുങ്ക ന ഖാനെ ദൂങ്ക, ഞാൻ അഴിമതി നടത്തില്ല, അഴിമതി നടത്താൻ അനുവദിക്കുകയുമില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സൂചനയും നൽകാൻ ഈ സർക്കാരിൽ നിന്ന് ഇടം നൽകില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രിക്ക് ചരിത്രം കഴിഞ്ഞ 2 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഘട്ടത്തിൽ സുഷമാ സ്വരാജിൽ തുടങ്ങി ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജെയ്റ്റ്ലിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു മാതൃകയും കാണിക്കാൻ പറ്റുന്നില്ല. അല്ല, അതിൽ യാതൊരു അദ്ദേഹത്തിൻ്റെ നിലപാടിലും പ്രഖ്യാപനത്തിലും ഒരു കോട്ടവും വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സമ്പത്ത് MP പറഞ്ഞത് ബാക്കി എല്ലാവരും അഴിമതിക്കാരാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? എന്ത് ആരോപണമാണ് സ്പെസിഫിക്കായിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞു? 13 വർഷം 1999 മുതൽ ഏകദേശം 2013 വരെ അരുൺ ജെയ്റ്റ്ലി ഇതിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. 13 അദ്ദേഹം മാറി. അതിനുശേഷം ഒരു ആരോപണം ഇന്ന് വരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? AP വലിയ മഹത്തരമായി ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാട്ടുകള്ളനെ ചീഫ് സെക്രട്ടറിയാക്കി വെച്ചു കൊടുത്തു. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതികളുമായി CBI അന്വേഷണം അദ്ദേഹത്തിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രശ്നമുണ്ടാവും. അതവിടെ നിന്നോട്ടെ. ഇപ്പോൾ ഇവരെല്ലാവരും ഉന്നയിക്കുന്നത് ഇതിൻ്റെ എമൗണ്ട് എസ്കലേറ്റ് ചെയ്തു പോയി എന്നാണ്. ശരിയാണ്, 24 കോടി രൂപയ്ക്കാണ് ഇത് തുടങ്ങിയത്. അത് ഇപ്പോൾ 114 കോടിയായി. അത് തീരുമാനിക്കേണ്ടത് ആരാ? ഇത് ഗവൺമെൻറ് സംഘടന. അന്വേഷണം നടത്തിയാൽ എങ്ങനെ അന്വേഷണം നടത്താം? ആരാ അന്വേഷിക്കേണ്ടത്? BCCI ആണ് ഇതിൻ്റെ ഹയർ അതോറിറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ ഓഡിറ്റർമാരുണ്ട്, അവർ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ അവർക്ക് പ്രശ്നമില്ല. പിന്നെ കമ്പനി ലാ ബോർഡാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമ്പനി ലാ ബോർഡിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? പിന്നെ വേണമെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അന്വേഷണം നടത്താം. ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ, അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയും ഇതൊക്കെ പറയുന്ന നിങ്ങൾക്ക് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറയാൻ എന്ത് അവകാശം എന്ന ചോദ്യം കോൺഗ്രസ്സുകാരും ചോദിക്കും. അവിടെയാണ് അത് കോൺഗ്രസും BJP അഴിമതിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി തീർക്കേണ്ട ചിലരുടെ ആവശ്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം 24 കോടി രൂപ എന്നുള്ളത് 114 കോടി ആയത് വർക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എമൗണ്ട് എസ്കലേറ്റ് ചെയ്യും. അത് മാത്രമല്ലല്ലോ കാര്യം. എന്താ മാത്രമല്ലല്ലോ, സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന കാര്യങ്ങളിൽ പോലും ഏതോ ലീഗൽ പാനലിൽ ഒരാളുണ്ടായിരുന്നു. അത് ഇതുമായി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടല്ല, ഹോക്കി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ച് അത് ആ ആരോപണം ഉന്നയിച്ചവർ തന്നെ ആ വഴിക്ക് പോയി. ശരി, ശ്രീ CR നീലകണ്ഠൻ, ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ചേർന്നാണ് ഇപ്പോൾ BJPയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിൽ കെജ്രിവാളിന് ഉള്ള ചില പ്രശ്നങ്ങൾ, ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിലൊന്നും ഒരു വലിയ കാര്യവുമില്ല. അല്ല, നേരത്തെ ലാല് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഖാവൂങ്ക ഞാൻ ഖാനാ ദൂങ്ക. ഇപ്പൊ
അങ്ങനെയല്ല. BJP അതൊരു ലേശം മാറ്റി. അഴിമതിയെ പറ്റി ഹം ന കഹൂങ്ക ന കഹന ദൂങ്ക. ആരെങ്കിലും പറഞ്ഞാൽ അവനെ പണി തീർക്കും. അതാണ് കാര്യം. ഇപ്പൊ അത് പറഞ്ഞ കീർത്തി ആസാദ് അവരുടെ വളരെ പ്രമുഖനായ MP ആണെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ 1980 ആദ്യത്തെ ലോകകപ്പ് വിന്നിംഗ് ടീമിലെ അംഗമാണ്. പ്രശ്നം ഈ വളരെ ലളിതമായി പറയാണ്, 13 കൊല്ലം ഒരു സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നിട്ട് ആ സ്ഥാപനത്തിനെതിരെ 100 കണക്കിന് ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും ആരോപണം ഉന്നയിച്ചില്ല എന്ന്. 6 വർഷമായി കീർത്തി ആസാദ് ഉന്നയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. UPA കാലത്ത് ഉന്നയിക്കുന്നു. പിന്നെ SFIOന്റെയും അതുപോലെ മറ്റ് ഇതിന്റെയും കാര്യം. SFIO അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിലെന്താ അന്വേഷിച്ചത്? അതിലന്വേഷിച്ചത് ക്രിമിനൽ കേസ് അന്വേഷിച്ചില്ല. മാത്രമല്ല അതിൽ ഫ്രോഡ് കണ്ടെത്തി. ഫ്രോഡ് കണ്ടെത്തിയത് ചെറിയ ഫ്രോഡാണ് എന്ന് പറഞ്ഞ് അന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അയാളെ രക്ഷിച്ചു. അതിന് കാരണമുണ്ട്. അന്ന് ഈ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ BJPയും കോൺഗ്രസും NCPയും ചേർന്ന കൂട്ടു കമ്പനിയാണ്. നമുക്കറിയാം ഇവരെല്ലാ രാഷ്ട്രീയക്കാരും ഒരാളല്ലെങ്കിൽ ഒരാൾ ഇത് കമ്മിറ്റിയിലുണ്ടാവും. ഇവർ പരസ്പരം സഹായിച്ച് സഹകരിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോരായിരുന്നു. അതുകൊണ്ടാണ് അന്ന് കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ഇതിനെ തൊടില്ല. കാരണം എന്താ? ശരത് പവാർ അങ്ങേറ്റെത്തിക്കണേ, രാജീവ് ശുക്ല ഇങ്ങേറ്റെത്തിക്കണേ. രാജീവ് ശുക്ല കോൺഗ്രസിന്റെ നേതാവും ശരത് പവാർ NCPയുടെ നേതാവും അരുൺ ജെയ്റ്റ്ലി BJPയുടെ നേതാവുമാണ്. ഇവരാരെയും പിടിക്കാൻ ശ്രമിക്കില്ല. കാരണം അതുകൊണ്ട് ക്രിമിനൽ കേസ് അന്വേഷിച്ചില്ല. മാത്രവുമല്ല കോമ്പൗണ്ടബിൾ അല്ലാത്ത ഒഫൻസ് അതിനെ അവിടെ കൊടുത്തത് 500 രൂപ പിഴ, 5000 രൂപ പിഴ, 4000 രൂപ പിഴ, ഇങ്ങനെ ചെറിയ പിഴയെ അടിച്ചു വെച്ചു. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങൾ വളരെ ലളിതമല്ലേ? ഒരു ആകെ 20,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പ് ഒരു ദിവസം 17,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നു. വളരെ ലാഭകരമല്ലേ? 20,000 രൂപ കൊടുക്കണ്ടേ പുതിയത് വാങ്ങാൻ? 17,000 രൂപ ഒരു ദിവസം കൊടുത്താൽ മതി. ഒരു പ്രിന്റർ 5,000 രൂപ വിലയുള്ള പ്രിന്റർ 3,000 രൂപ ദിവസം വാടകയ്ക്ക് എടുക്കുന്നു. ഇതൊക്കെ ഒരു അഴിമതിയായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോ BJP പറയുന്നത്. ശരി, ഇതൊക്കെ അതിനകത്തുള്ള ആ ബോർഡിനകത്തുള്ള ഇന്റേണൽ ഓഡിറ്റിംഗിലൊക്കെ തീർപ്പ് കൽപ്പിച്ചതാണ്. UPA സർക്കാരിന്റെ കാലത്ത് തീർപ്പ് കൽപ്പിച്ചതാണെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അല്ല, തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഇതിലെ പ്രോബ്ലം എന്താ? ആ ബില്ലുകൾ കാണാനില്ല. ഇപ്പോ ഇവര് പറയുന്ന ആ ബില്ല് കൊണ്ടുവരാൻ, ആ ബില്ല് എവിടെ? ആ ബില്ലുകൾ കാണാനില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നതൊന്നുമല്ല ഇപ്പോ കീർത്തി ആസാദിന്റെ ആരോപണം, ആം ആദ്മിയുടെ ആരോപണം, അല്ലെങ്കിൽ ഗില്ലിന്റെ ആരോപണം. ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അതിന് ചെയ്യുക, ആദ്യം പോയി മാനാക്ഷത്തിന് കേസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ KM മാണി മാനാക്ഷത്തിന് ബിജു രമേശിനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് KM മാണി പറഞ്ഞാൽ പോരെ, മിണ്ടായിരുന്നു, നിങ്ങൾ പോയി തെളിയിച്ചോ, അത് തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ BJP സമ്മതിക്കോ? BJP സമ്മതിക്കില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഇപ്പൊ സോണിയാഗാന്ധി മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഇവർ സമ്മതിക്കോ? പ്രശ്നം അതല്ല. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയല്ല, കേസ് അന്വേഷിക്കാൻ വേണ്ടത്. ഇപ്പൊ മാനനഷ്ടത്തിന് ആർക്കും കേസ് കൊടുക്കാം. 220(160) കൊടുത്ത വകുപ്പ് അനുസരിച്ച് ഞാൻ ഒരു ഫയൽ ചെയ്താൽ അത് സ്വീകരിക്കും. അതല്ല വിഷയം. ഉത്തരവാദപ്പെട്ട ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൾ വളരെ ചെറിയൊരു ലീഗൽ അഡ്വൈസർ അല്ല. ലക്ഷക്കണക്കിന് രൂപ അവിടുന്ന് അലവൻസായി എഴുതി മേടിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ട്, അതിന്റെ കണക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഗില്ല് ഉന്നയിച്ച ആരോപണം ലളിതമല്ല. അതായത് നമ്മുടെ നാട്ടിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും കമ്പനി ലോയിൽ. ഒരാൾ കമ്പനി ഡയറക്ടറായിരിക്കുമ്പോൾ, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടപ്പെട്ടയാൾ മറ്റൊരു സ്ഥാനത്ത് നിയമിക്കപ്പെടുക എന്നുള്ളത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ശ്രീ CR നീലകണ്ഠൻ, BJPക്ക് തൽക്കാലം അറിയേണ്ടത്, താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും കൂടുതൽ തെളിവുകൾ വരാനുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ കീർത്തി ആസാദ് ആണല്ലോ കൊണ്ടുവരുന്നത്. ഈ കീർത്തി ആസാദുമായി നിങ്ങൾക്ക് എന്താണ് പിന്നാമ്പുറ ബന്ധം എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത് ഇപ്പോൾ. അല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. പണ്ടൊരു മാഷ് പറഞ്ഞ പോലെ ചോദ്യം ചോദിച്ച കുട്ടിയല്ലേ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ, ചോദ്യം പുറത്താക്കാൻ പറ്റുമോ? ചോദ്യം അവിടെ നിൽക്കല്ലേ. കീർത്തി ആസാദ് കള്ളനാവട്ടെ, അരവിന്ദ് കെജ്രിവാൾ കള്ളനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോ KPS സിംഗ് കൊള്ളരുതാത്തവനാവട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയ ആരോപണം വന്നാൽ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപരാധമായി കാണുന്ന കോൺഗ്രസ് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു, അവർ അന്വേഷിക്കാൻ തയ്യാറായിരുന്നു. ഇവിടെ അതുമില്ല. അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ മാനേട്ടത്തിന് കേസ് കൊടുക്കുക. ഇനി ആരാ അന്വേഷിക്കേണ്ടത്? CBI അന്വേഷിക്കണം. അത് ആരുടെ കീഴിലാ? അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ SFI അന്വേഷിക്കണം. ഇതൊക്കെ അരുൺ ജെയ്റ്റ്ലിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാ. ഫൈനാൻസ് അല്ലെങ്കിൽ മറ്റ് അതിന്റെ മിസ്അപ്രോപ്രിയേഷൻ അന്വേഷിക്കുന്ന ആളുകൾ വേണം. അരുൺ ജെയ്റ്റ്ലി അവിടെ മന്ത്രിയായിരുന്നുകൊണ്ട് ഈ ഭൂലോകത്ത് എന്ത് അന്വേഷണം നടക്കുന്ന? മാത്രമല്ല അഴിമതി ചെയ്യുന്ന എല്ലാവരും. നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞു സുഷമ സ്വരാജിന്റെ കാര്യം. എന്താ സുഷമ സ്വരാജിന്റെ പ്രശ്നം? ലോകം കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് തട്ടിപ്പുകാരൻ പിടികിട്ട പുള്ളി ലളിത് മോഡി, അയാൾക്ക് ഇന്ത്യയിലെ പാസ്പോർട്ട് നിരോധിച്ചു. ആ പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആരാ? സുഷമ സ്വരാജ്. അതിന് രാജസ്ഥാൻ മുഖ്യമന്ത്രി. ഇതൊരു ചെറിയ കുറ്റ. ഇത് നേരെ മറിച്ച് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാവില്ല. പക്ഷേ
എത്ര അഴിമതി ചെയ്താലും തങ്ങൾ രക്ഷിച്ചു കൊള്ളാമെന്ന് മോഡി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഞാൻ തിരിച്ചെത്താം. ശ്രീ ജെ ആർ പത്മകുമാർ, ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതിന് കൃത്യമായി നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ, ശ്രീ കെ എം മാണി സാർ ധനകാര്യമന്ത്രി ആയി തന്നെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കേസിനെ നേരിടുന്നതിൽ എന്തായിരുന്നു അപാകത? നിങ്ങൾ അതിനെതിരെ സമരം ചെയ്തതാണല്ലോ. അല്ല, കെ എം മാണിക്കെതിരായിട്ടുള്ള ഉത്തരം അല്ല, കെ എം മാണിക്കെതിരായിട്ടുള്ള ഉത്തരം, ഞാൻ കെ എം മാണിയുടെ കയ്യിൽ ഇത്ര രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്, കെ എം മാണിയുടെ പേഴ്സണൽ ആരോപണമാണ്. ഇതിലെന്താ പറയുന്നത്? ഇദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പം കണക്കുകൾ എന്തുകൊണ്ട് കുറെ ആരോപണങ്ങളിലേക്ക് സ്പെസിഫിക് അലിഗേഷൻ പറയട്ടെ. ഞാൻ വേറെ ഒരു കാര്യം കൂടി സി ആർ നീലകണ്ഠൻ പറഞ്ഞത്, ഇത്രയും നേരം പറഞ്ഞതല്ല സ്പെസിഫിക് ആയ കാര്യങ്ങളല്ലേ? അല്ലല്ലേ, അതെന്താ പറഞ്ഞത്? ഒരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. കമ്പ്യൂട്ടറും പ്രിന്ററും വിലയ്ക്ക് വാങ്ങിയത് 14,000 രൂപ, അങ്ങനെ ഒരു ആരോപണം ഇല്ല അതിനകത്ത്. കമ്പ്യൂട്ടർ, പ്രിന്റർ, അത് ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് വാങ്ങിയത്. ലാപ്ടോപ്പിന് 16,000 രൂപ വാടക ഇനത്തിൽ വാങ്ങി എന്നുള്ളത്, ദിവസ വാടക എന്നുള്ളത് കേട്ടതല്ല, കാണണം നിങ്ങൾ. അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് പരിശോധിക്കണം. ഈ കമന്റേറ്റേഴ്സും അതുപോലെ തന്നെ മാച്ച് റഫറിക്കും ഇവർക്കെല്ലാം ഇലക്ട്രോണിക് ഗുഡ്സ് വാടകയ്ക്ക് എടുത്തതിന് 5 ദിവസത്തേക്ക് 65,000 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16,000 5 ദിവസത്തേക്ക് 65,000 രൂപ. അപ്പൊ ഒരു ദിവസം ഒരു മാച്ച് റഫറി, മറ്റേ സൈഡ് റഫറി, കമന്റേറ്റർ 4 പേരുണ്ട്. നിങ്ങൾ ഒരാളോടോ ഇതെല്ലാം ഉപയോഗിക്കുന്നത്? അത് ഇലക്ട്രോണിക് ഗുഡ്സ് വാങ്ങി വാടകയ്ക്ക് എടുത്തതിനാണ്. പിന്നീട് വേറൊരു ആരോപണം പറഞ്ഞു തരാം. AL ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 3 കോടി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ചു കീർത്തി ആസാദ്. അവരിന്ന് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് 33.6 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞ 14 കമ്പനിയല്ല, 43 കമ്പനികളുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല, അവിടുത്തെ സിവിൽ വർക്ക് ചെയ്ത 56 കോടി രൂപ സിവിൽ വർക്ക് ചെയ്തത് പവർ ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പറഞ്ഞ പല കമ്പനികളും പേപ്പറിൽ മാത്രമാണ്. അവർ പറയുന്ന 3 കമ്പനികൾക്ക് ഒരു പൈസ കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ ഏത് കമ്പനി, SK കൺസൾട്ടൻസി, RK ജുവലേഴ്സ്, ശ്രീറാം ട്രേഡ് കോം എന്ന് പറയുന്ന കമ്പനികൾക്ക് കൊടുത്തു എന്നുണ്ട്. ഒരു പൈസ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കമ്പനികൾ, അതായത് ഫേക്ക് ആയിട്ടുള്ള കമ്പനികളും ഈ കാര്യത്തിൽ ഒരു അന്വേഷണവും നേരിടാതെ അവിടെ തന്നെ കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ പൈസ. പിന്നെ കുറെ ആരോപണം ഉന്നയിക്കുക. പിന്നെ ആരോപണം ഉന്നയിച്ചവരെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഈ വലിയ നമ്മുടെ ഹരിചന്ദ്രൻ ചമയൊന്നും വേണ്ട. നമ്മുടെ സി ആർ നീലകണ്ഠൻ, അദ്ദേഹത്തിന്റെ പാർട്ടി യോഗേന്ദ്ര യാദവിനെ എങ്ങനെയാ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? പറയട്ടെ. പ്രശാന്ത് ഭൂഷണെ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? കുമാർ വിശ്വാസിനെതിരായിട്ട് സ്വന്തം വാളണ്ടിയർമാർ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്തു, പരാതി കൊടുത്തു. ശരി ശ്രീ ജെ ആർ പത്മകുമാർ, എന്റെ ചോദ്യം അതല്ല. കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരൊക്കെ പണ്ട് കാലത്ത് ചെയ്തതൊക്കെ മോശമാണെന്ന് ഇരിക്കട്ടെ, നമുക്കങ്ങനെ കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അതേ ശൈലി തന്നെ തുടരുന്നു എന്ന് തന്നെയാണോ പറയുന്നത്? അതോ ഞങ്ങൾ മാറ്റത്തിന്റെ പാതയിലാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണോ? അതിനെവിടെയാണ് നിങ്ങൾ കാണിക്കുന്നത്? അങ്ങനെയാണെന്ന് വരുത്തി തീർക്കേണ്ട ചിലർ ആവശ്യമാണ്, ചിലർ ആഗ്രഹിക്കുന്നു. അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആരോപണം ഉന്നയിച്ചു എന്നുള്ളതല്ലല്ലോ. ഞങ്ങൾക്കെതിരെ അരുൺ ജെല്ലിക്കെതിരായിട്ട് സ്പെസിഫിക് അലിഗേഷൻ എന്താ? അത് പറയട്ടെ. അതിനെ സംബന്ധിച്ച് എന്താ തെളിവ്? ഇങ്ങനെ നാട്ടിൽ ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് നേരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിലുള്ള ഒരു മന്ത്രിക്ക് നേരെ ആരോപണം വരുമ്പോൾ അത് ഏൽക്കുന്നത് നരേന്ദ്രമോദി എന്ന ആ പ്രധാനമന്ത്രി എന്ന നേതാവിനെ തന്നെയാണ്. അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. അദ്ദേഹം ചെയ്യേണ്ടത് തൽക്കാലത്തേക്ക് എന്റെ മന്ത്രി മാറി നിൽക്കുക, അന്വേഷണം നേരിടുക, തിരിച്ച് അങ്ങ് സത്യസന്ധനാണെന്ന് അറിയുമ്പോൾ തിരിച്ചു വരട്ടെ. ഇല്ലെങ്കിൽ ഇത് BJPയുടെ മന്ത്രിസഭയ്ക്ക് ആകെ നാണക്കേടാണെന്ന് വരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന BJP നേതാക്കൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ഡോക്ടർ ലാൽ, അത് നല്ല വളരെ വ്യക്തമല്ല. 2013 അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞു. അന്ന് വരെ ഒരു ആരോപണം ഇല്ലല്ലോ. ഇപ്പൊ AAPക്ക് ആരോപണം വന്നത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി ആയിരുന്നില്ല. അല്ലല്ല, അതിനുശേഷം 2014 പോലെ 19 മാസമായില്ലേ? 19 മാസം ആരോപണം ഒരു ആരോപണം ഉന്നയിച്ചില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു കാലപരിധി ഉണ്ടോ നിങ്ങൾക്ക്? തെറ്റിദ്ധരിപ്പിക്കരുത്, ഡൈവേർട്ട് ചെയ്യുകയും ചെയ്തത്. ഇവിടെ ഇതിൽ ഒരു ഘട്ടത്തിൽ ചില DDCAയുടെ ഈ ഉദ്യോഗസ്ഥന്മാരെ ചിലരെ CBI അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റ് കൊണ്ട് പിന്നീട് അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. അവിടെ വെച്ച് തൽക്കാലം അതെങ്ങനെയോ നിർത്തിവെക്കപ്പെടുകയാണ്. നമ്മൾ ഇതിങ്ങനെ ഉന്നയിച്ച ആളിൻ്റെ ഒരു എന്താണ് പരിശുദ്ധി, പരിപാവനത, അതല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാത്രം ചുരുങ്ങുന്നത് ശരിയല്ല. ഇന്ത്യയുടെ സ്പോർട്സ് രംഗത്ത് നിക്ഷിപ്ത താല്പര്യക്കാർ അങ്ങനെ പിടിമുറുക്കി തുടങ്ങിയിട്ട് വർഷങ്ങളും പതിറ്റാണ്ടുകളുമായി. അങ്ങനെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർക്ക് രാഷ്ട്രീയ മേലാളന്മാരുടെ സംരക്ഷണവും രാഷ്ട്രീയ മേലാളന്മാർ തന്നെ ഇതിലേക്ക് ഇടപെടുന്ന നിലയിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർക്ക് ഏതെങ്കിലും സ്പോർട്സ് ഗെയിംസുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരെല്ലാം അതിൽ ഇടപെടുകയും അത്തരം കാര്യങ്ങൾ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്, ഒരു കാരണവശാലും നിഷേധിക്കരുത്. എന്നാൽ
ഇവിടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാരത്തിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആ പാർട്ടികളുടെ നേതാക്കന്മാർ ഈ പറയുന്ന പല സ്പോർട്സ് സംഘടനകളുടെയും തലപ്പത്തേക്ക് കടന്നു വരികയും വ്യവസായ പ്രമുഖന്മാരുമായി ഉള്ള ബന്ധവും ഉദ്യോഗസ്ഥ പ്രമാണിമാരുമായിട്ടുള്ള ബന്ധവും ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും ഇതിന് കള്ളപ്പണം ഒഴുക്കിയിട്ടുള്ളതും ആ കള്ളപ്പണം ഒഴുക്കിക്കൊണ്ട് കള്ളപ്പണം വീണ്ടും അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമവും ഇവിടെ ചില കാര്യങ്ങൾ മറന്നു പോകരുത്. IPL വിവാദം മുമ്പ് ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചിട്ടുണ്ട്. സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്ന വിയർപ്പോഹരിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും പേരൊന്നും പറയുകയല്ല. ഇന്ത്യയിലെ സ്പോർട്സ് രംഗത്ത് ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കാനും അത് വെളുപ്പിക്കാനുമുള്ള ഒരു രംഗം എന്നത് ക്രിക്കറ്റായി മാറിയിട്ട് വർഷങ്ങളായി. 2000 ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് CBI ഒരു രഹസ്യക്കുറിപ്പ് അത് രേഖപ്പെടുത്തുകയുണ്ടായി. ആ രഹസ്യക്കുറിപ്പിൻ്റെ പകർപ്പ് പാർലമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട സമിതികൾക്ക് മുമ്പാകെ പിന്നീട് ലഭ്യമായി. 2000 ആണ്ടിൻ്റെ ആരംഭത്തിൽ CBI തന്നെ കണ്ടെത്തിയത് ഇന്ത്യയിൽ ക്രിക്കറ്റ് വാതുവയ്പ്പുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഏതാണ്ട് 4000 കോടി രൂപയുടെ കള്ളപ്പണം വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് 15 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് എന്താ സുരേഷ് കൽമാഡിയെ സംബന്ധിച്ച് സുരേഷ് കൽമാഡി കോമൺവെൽത്ത് ഗെയിംസിൻ്റേതായ നടത്തിപ്പിൻ്റെ ചുമതലയിലെല്ലാം വരുമ്പോൾ ഗവൺമെൻറ് മാറി വരികയാണ്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മാറി NDA ഗവൺമെൻറ് വരുന്നു. NDA ഗവൺമെൻറ് മാറ്റുന്നില്ല. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അദ്ദേഹം തന്നെ തുടരുകയാണ്. എന്തൊക്കെയാണ് നടത്തിയത്? ഇല്ലാത്ത കമ്പനികൾക്ക് ഇവിടെ ഈ വിധത്തിൽ ഇങ്ങനെ കരാറുകൾ നൽകിയത്, ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് അവർക്ക് പണം നൽകിയത്, ഇലക്ട്രോണിക് സാധനങ്ങൾ ഈ വിധത്തിൽ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മകുമാർ ഈ കേരളത്തിൽ നടന്ന നമ്മുടെ നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ നടത്തിയെന്ന് സംഘാടകർ അവകാശപ്പെടുന്ന അതിന് ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഉപയോഗം എങ്ങനെയായിരുന്നു വിലക്കെടുത്തതും ആ വിലക്കെടുത്തതിനെ പിന്നീട് ഈ സ്കൂൾ പഠന ആവശ്യങ്ങൾക്കായി നൽകിയതും ചിലത് വാടകയ്ക്കെടുത്തതും ആ വാടകയും ഇവിടെ ഒരു ദിവസം കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, എന്നാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ പുറത്തേക്ക് വരുന്നത്. ശ്രീ ജെയ്റ്റ്ലി തന്നെ 13 വർഷം ഉണ്ടായിരുന്ന DDCAയുടെ കാര്യമാണ് ഇപ്പോൾ വരുന്നത്. അന്ന് UPA സർക്കാരൊക്കെ ക്ലീൻ ചിറ്റ് കൊടുത്ത അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് പെട്ടെന്ന് കീർത്തി ആസാദിലൂടെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് BJP നേതാക്കൾ കണക്കാക്കുന്നത് നിങ്ങളും അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കീർത്തി ആസാദും ഒക്കെ ചേർന്ന ഒരു അൺഹോളി അലയൻസിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ രക്ഷപ്പെടുന്നത് തൽക്കാലം കോൺഗ്രസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങളും രക്ഷപ്പെടുമെന്നൊക്കെ ഉള്ളതാണ്. ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ വാദം. അല്ല, BJPക്ക് അങ്ങനെ വാദമുകൾ ഉന്നയിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഇപ്പോ BJP നേതാക്കന്മാരുടെ പൊയ്മുഖങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി നേരത്തെ സുഷമ സ്വരാജിന്റെ ലളിത് മോഡിയുമായുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വസുന്ധര രാജയും ലളിത് മോഡിയും വഴിവിട്ട ബന്ധങ്ങളും അതോടൊപ്പം തന്നെ വസുന്ധര രാജയുടെ മകൻ ലളിത് മോഡി ഉണ്ടാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വലിയ അഴിമതി ആരോപണം വന്നതാണ്. അത് ഞങ്ങൾ പാർലമെന്റ് ഉന്നയിച്ചാണ്. അത് അന്വേഷിക്കാൻ തയ്യാറായില്ല, രാജിവെക്കാൻ തയ്യാറായില്ല. സുഷമ സ്വരാജിനെതിരായി 1 മാസക്കാലം പാർലമെന്റ് സ്തംഭിപ്പിച്ചിട്ട് അങ്ങനെ തയ്യാറായില്ല. ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലിക്കെതിരായി ഒന്നൊന്നായി അഴിമതി ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. DDCAയുടെ വന്നു, ഇപ്പോൾ ഹോക്കിയുടെ വരുന്നു, ഇനിയും ഒരുപാട് അഴിമതികൾ പുറത്തു വരാൻ പോവുകയാണ്. പക്ഷെ BJPക്ക് അവരുടെ നേതാക്കന്മാർ നടത്തുന്ന അഴിമതികളൊന്നും അഴിമതിയല്ല. അവരുടെ നേതാക്കൾ നടത്തുന്ന ക്രമക്കേടുകളും സാമ്പത്തികമൊന്നും അല്ല. UPA ഗവൺമെന്റ് കാലത്ത് അവർ അഴിമതി ആരോപണം ഉന്നയിച്ച് 1 ഡസൻ മന്ത്രിമാരെയാണ് UPA ഗവൺമെന്റ് കാലത്ത് അവര് താഴെ ഇറക്കിയത്. പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ടും പാർലമെന്റിനെ പിടിച്ചുടച്ചും പാർലമെന്റിനെ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് 1 ഡസൻ MPമാരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവര് മന്ത്രിസഭ പുറത്താക്കി. ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്. ഇവിടെയാണ് BJPയുടെ ധാർമ്മികത. എന്ത് ധാർമ്മികതയാണ് BJPക്കുള്ളത്? അഴിമതിയെ കുറിച്ച് പറയാൻ ഇവർക്ക് ധാർമ്മികതയുണ്ടോ? അഴിമതി ആരോപണങ്ങൾ മുങ്ങിക്കുളിച്ച മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ ഇവർ പുറത്താക്കാൻ തയ്യാറില്ല. അപ്പോൾ ഇവർക്കെതിരെ അഴിമതി ആരോപണം വന്നാൽ അത് അഴിമതിയല്ല. BJP മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം വന്നാൽ പ്രധാനമന്ത്രി അവരെ പരസ്യമായി അവരെ പിന്തുണയ്ക്കുന്നു, അവരെ നിലനിർത്തും, മന്ത്രിസഭയിൽ നിലനിർത്തുന്നു. ഇതാണ് BJPയുടെ ഇരട്ടമുഖം. പക്ഷെ അവർക്കൊരു പിടിവള്ളി ആകുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്
നിങ്ങളുടെ കാലഘട്ടത്തിൽ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് അരുൺ ജെയ്റ്റ്ലിക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളുടെ സുരേഷ് കൽമാഡിയെ അവർ സംരക്ഷിച്ചു എന്നുള്ള വാദമാണ് ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പോർട്സിൻ്റെയൊക്കെ സംഘടനകളിൽ ഇങ്ങനെ കോൺഗ്രസിനും BJPക്കും വേർതിരിവില്ലാതെയുള്ള ബന്ധങ്ങളുണ്ട്, ഒരു അവിശുദ്ധ ബന്ധം. അതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന ആരോപണങ്ങളാണ് ഇത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കാം, കേസ് അന്വേഷിക്കില്ല, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇതാണ് ഒരു വശത്തു നിന്നുള്ള ആരോപണം. അത് ശരിയല്ല. കാരണം സുരേഷ് കൽമാഡിക്ക് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ സുരേഷ് കൽമാഡി രാജിവെച്ചു. തിഹാർ ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ടു. അവിടെ ജയിലിൽ കടന്നു. അവിടെ നിന്നാണ് ജാമ്യം എടുത്താണ് പുറത്തു വന്നത്. അപ്പൊ ഞങ്ങള് സുരേഷ് കൽമാഡിയെ സംരക്ഷിച്ചു. സുരേഷ് കൽമാഡിയുടെ പേരിൽ നിയമത്തിന് വഴിക്ക് പോട്ടെ എന്ന നിലപാടാണ് നാളെ സുരേഷ് കൽമാഡിയെ സംരക്ഷിക്കുന്ന യാതൊരു സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ കോൺഗ്രസ് ഭരണകാലത്ത് നടപടിയെടുത്തില്ലെന്ന് പറയുന്നത് ഒരുപക്ഷെ അരുൺ ജെയ്റ്റ്ലി കാലത്തെ കാര്യത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് അല്ലെങ്കിൽ UPA കാലത്ത് നടപടി എടുത്തില്ലെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഇപ്പോൾ NDA ഭരിക്കുമ്പോഴാണ് ഈ അഴിമതി ആരോപണം പൂർണ്ണമായി പുറത്ത് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പഴയ കോൺഗ്രസ് ഗവൺമെന്റ് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് തന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകളിൽ നിന്ന് അരുൺ ജെയ്റ്റ്ലി എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താൻ, എങ്ങനെ അഴിമതിക്കാരനെന്ന് പറയാൻ പറ്റും? സ്വന്തം പാർട്ടിയുടെ MD ആയ കീർത്തി ആസാദ് തന്നെയാണ് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ MDക്ക് പോലും അഴിമതിയുടെ കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി പ്രതികൂലമെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് എന്നാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ എങ്ങനെയാണ് കഴിയുക? അപ്പൊ അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് പക്ഷേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ പറഞ്ഞ അരുൺ കീർത്തി ആസാദിനെ പോലെയുള്ളവരൊക്കെ വലിയ താപ്പാനകളാണ് ഈ സ്പോർട്സ് രംഗത്ത്, ക്രിക്കറ്റ് രംഗത്ത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇതാ BJP MP ആയിരിക്കെ തന്നെ BJPക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി ഇങ്ങനെ ഒരു വലിയ ആരോപണവുമായിട്ട് വരുന്നു. അതിനെ അവർ സംശയിക്കുന്നത്, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് BJP അത് നോക്കുന്നതും ശരിയല്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് ചോദിക്കാം ഈ ചോദ്യം, അത് JR പത്മകുമാർ അവരെ ഒരു അനുഗ്രഹമായി കാണേണ്ടതുമില്ല. പത്മകുമാർ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും വേണം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ കീർത്തി ആസാദിനെ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ? അല്ല, കീർത്തി ആസാദ് വസ്തുതാപരമായ ഒരു കാര്യം പുറത്തുവിട്ടു. ഈ DDCയുടെ കാര്യത്തിൽ അല്ല ഫിറോഷ കൊട്ല റോഡ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, അതുപോലെ ഡൽഹി DDCയുടെ ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നത്, അല്ലെങ്കിൽ DDCയുടെ പ്രവർത്തനങ്ങളിൽ അതിന്റെ കമ്പനികൾ കാര്യത്തിൽ വർക്ക് ഓർഡർ കൊടുത്ത കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലിക്ക് വ്യക്തമായി പങ്കുണ്ടെന്നും അരുൺ ജെയ്റ്റ്ലിയുടെ മകളും അതുപോലെ തന്നെ ബന്ധുക്കളും അതിനകത്ത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമായ തെളിവുകളാണ് വന്നിരിക്കുന്നത്. ഇല്ലാത്ത കമ്പനികൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇല്ലാത്ത കമ്പനിക്ക്, ടേസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ കൊടുത്തിരിക്കുന്നു. വലിയ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നതാണ് കീർത്തി ആസാദ് ഉൾപ്പെടെയുള്ളവർ പുറത്തു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലാപ്ടോപ്പ് വാങ്ങിച്ചതിലും മറ്റ് പ്രിന്റർ വാങ്ങിച്ചതിലും ഒക്കെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാടകകളാണ് അതിനൊക്കെ കൊടുത്തിരിക്കുന്നത്, അതിന്റെ വില കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പച്ചയായ അഴിമതി, കൃത്യമായ അഴിമതി നടന്നു. ശ്രീ കൊടുക്കുന്ന സുരേഷ്, ഞാൻ തിരിച്ചെത്താം. പച്ചയായ അഴിമതി അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, അത് നോക്കിയാൽ മതി. ശ്രീ JR പത്മകുമാർ, ഇത് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, ആം ആദ്മി പാർട്ടി മാത്രമല്ല, ഡോക്ടർ സമ്പത്തിനെ പോലുള്ള ഇടത് കക്ഷികളുടെ നേതാക്കൾ മാത്രമല്ല, BJPക്കകത്തു നിന്ന് തന്നെ ഇതാ ഇന്നിപ്പോൾ നിങ്ങളുടെ എന്താ മണ്ഡലാണ്, മാർഗദർശക് മണ്ഡൽ, അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ശ്രീ LK അദ്വാനി, ശ്രീ മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ തുടങ്ങിയ നേതാക്കളൊക്കെ കീർത്തി ആസാദിനെ ആശീർവദിച്ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് എല്ലാ രീതിയിലും അനുഗ്രഹം ചോദിച്ചിട്ടുമുണ്ട്. നേരത്തെ ആ സപ്പോർട്ട് ഉണ്ടെന്നുള്ള വാർത്തകളുണ്ട്. സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹത്തിന് ഓപ്പണായി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ BJPക്കകത്ത് തന്നെ ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നത് അന്വേഷിക്കണം, ആര് പറഞ്ഞാലും എന്നുള്ള ചില ശബ്ദങ്ങൾ വരുന്നുണ്ട്. ശ്രീ പത്മകുമാർ,
ഞങ്ങൾ പറഞ്ഞല്ലോ BJP ഒരിക്കലും അഴിമതി നടത്തിയ ആളെ സംരക്ഷിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അത് മറച്ചു വയ്ക്കാനോ ശ്രമിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താ, ഇപ്പോൾ ഈ കീർത്തി ഹാസനെ വലിയ മഹത്വവൽക്കരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ യുവതലമുറ ഗംഭീറിനെ പോലെയുള്ള ആളുകൾ, സേവാങ്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ എന്താ, ഇത്രയും ഞങ്ങൾക്ക് അഭിമാനകരമായി ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രസിഡന്റാണ് അരുൺ ജെയ്റ്റ്ലി എന്നാണ്. ഒരു ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്ന ഒരാളിൻ്റെ ഒരു ഇന്ത്യ ഗവൺമെന്റ് പഴയ കഥകൾ ഇപ്പോഴാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് പഴയ സർട്ടിഫിക്കറ്റ്, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമാണ്. ഈ കാര്യത്തിൽ ഈ ഇന്ത്യയിലെ ടാക്സ് പെയറിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാതെ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പണിത് ഡൽഹിക്ക് സംഭാവന ചെയ്ത, ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രസിഡന്റ് അരുൺ ജെയ്റ്റ്ലി. പിന്നെ സൗകര്യങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകളൊക്കെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് സൗകര്യം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സുരേഷ് കൽമാടിയും ഇത്രയും കോടികളൊക്കെ അദ്ദേഹവും കുറെ പണികളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ കോമൺവെൽത്ത് ഗെയിംസും നാഷണൽ ഗെയിംസും ഒക്കെ എന്ന് പറയുന്നത് പബ്ലിക് മണിയാണ് യൂസ് ചെയ്യുന്നത്. BCCIയുടെയും അല്ലെങ്കിൽ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ അവരുടെ സ്വകാര്യ ഫണ്ടാണ്. അത് അവർക്ക് എങ്ങനെ വിനിയോഗിക്കണം, എസ്കലേറ്റ് ചെയ്യണോ, കുറയ്ക്കണോ, പ്രോജക്ട് വലുതാക്കണോ ചെറുതാക്കണോ തീരുമാനിക്കണം അവകാശമുണ്ട്. കേരളത്തിലെ മൈക്രോ ഫിനാൻസിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചോ, എടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വാങ്ങാൻ വേണ്ടിയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണമുണ്ട്. നമ്മുടെ അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് ശർമ്മ ടാക്സ് കുറച്ചു കൊടുത്തിട്ടുണ്ട്, എക്സംഷൻ കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു. എന്തിനു വേണ്ടിയാ? രജിസ്ട്രേഷൻ ഫീ കുറച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? ഞങ്ങൾ പറയുന്നു ആരോപണമുണ്ട്, അഴിമതിയുണ്ട്, ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടക്കുകയാണത്. അതേ ശക്തിയോട് കൂടി പറയാത്തത് എന്തെന്നാണ് ചോദ്യം. അല്ല, ഞങ്ങൾക്കറിയാം ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സഹായിക്കും. ഇങ്ങനെ വരുന്ന മറ്റേ കേസിൽ ഇപ്പൊ എടുത്തിട്ടത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇതിൽ അഡ്വക്കേറ്റ് പത്മകുമാർ പറഞ്ഞ ഒരു വാദത്തെ ഞാൻ പൂർണ്ണമായി നിരാകരിക്കുകയാണ്, ഖണ്ഡിക്കുകയാണ്. ഇതിലൊന്നും തന്നെ പൊതുപ്പണമില്ല, പബ്ലിക് മണിയില്ല, പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ടില്ല. ഇത് അങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തോന്നും ഇതൊക്കെ ആരുടെയോ എന്തോ സ്വകാര്യ സംരംഭം ആയിട്ട് അവരുടേതായിട്ടുള്ള സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള പണവും അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് അങ്ങനെ നമ്മൾ ചുരുക്കി ഇതിനെ കാണരുത്. ഇത് ഡൽഹിയിലെ വളരെ പ്രൈം ലൊക്കേഷനിൽ ഇത്തരത്തിൽ ഇവർക്കുള്ള ആസ്തി, ഞാൻ ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. ഈ വസ്തുക്കളെന്ന് പറയുന്നത് അവിടുത്തെ സ്വകാര്യ സ്വത്തല്ല. ഡൽഹിയിലെ ഓരോ ചതുരശ്ര ഇഞ്ച് ഭൂമിയും ഗവൺമെൻറ്റിൻ്റെ വകയാണ്. ഗവൺമെൻറ്റിൻ്റെ വകയെന്ന് പറഞ്ഞാൽ ആ ഭൂമി പൊതുഭൂമിയാണ്. അത് പാട്ടത്തിനടുത്ത് മാത്രമേ, 99 കൊല്ലം വരെയൊക്കെ ഉള്ള പാട്ടത്തിന്, ആ വിധത്തിൽ ലീസിനടുത്ത് മാത്രമേ അവിടെ ഏത് സ്ഥാപനവും, അവിടെ ഏത് സംരംഭവും, അവിടെ ഏത് ഏജൻസിക്കും, അവിടെ ഏത് വിധത്തിലുള്ള കെട്ടിട നിർമ്മാണവും അത്തരത്തിൽ നമുക്ക് നടത്താനായി കഴിയൂ. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. 2, ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ വൈദ്യുതിയുടെ ഇളവിൽ, വെള്ളത്തിൻ്റെ ഇളവിൽ, ഭൂമിയുടെ നികുതിയുടെ ഇളവിൽ, വിനോദ നികുതിയുടെ ഇളവിൽ, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ നികുതി ഇളവുകൾ പലപ്പോഴായി ലഭ്യമായിട്ടുണ്ട്. 3, ഈ ക്രിക്കറ്റ് കളികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെൻറ്റുകൾ വിമാന സർവീസുകൾ, വിമാനത്തിൻ്റെ എയർ ഇന്ത്യയുടെ വിമാനത്തിൻ്റെ അതിൻ്റെ മുഴുവൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുള്ളപ്പോൾ പോലും ആ വിമാനത്തിൻ്റെ സർവീസ് ക്യാൻസലാക്കിക്കൊണ്ട് സൗജന്യ നിരക്കിൽ, വളരെ തുച്ഛമായ നിരക്കിൽ നഷ്ടം എയർ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റുകൾ, അത് UPA ഗവൺമെൻറ് ആയാലും NDA ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും ഇതുതന്നെയാണ് തുടർന്നും നടത്തിക്കൊണ്ടേയിരുന്നത്. തീരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും അതിൻ്റെ കവറേജും അതിൻ്റേതായിട്ടുള്ള കണക്കുകളും ഇതിൻ്റെ വിധത്തിലുള്ള ലീഗൽ കോൺസൽമാരായും ഒക്കെ പലയിടങ്ങളിൽ ഈ വിധത്തിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാമെന്നൊക്കെ ഓമന പേരിട്ട് പറയും. ഇതുമായി ബന്ധപ്പെട്ട പല കമ്പനികളും പല ഏജൻസികളും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയായിരുന്നു. എന്തായാലും ഇത് സ്വകാര്യമല്ല, പൊതു കാര്യം തന്നെയാണ് ശ്രീ പത്മകുമാർ. അത് തന്നെയാണ് ഡോക്ടർ സമ്പത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഇതിനകത്ത് പ്രധാനമന്ത്രിയെ എന്തിനാണ് നിങ്ങൾ വലിച്ചിഴയ്ക്കുന്നത് എന്നതാണ് ഇന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ ഫേസ്ബുക്കിലൂടെ വരുന്നത്. നിങ്ങൾ ഇത്രമാത്രം അസഹിഷ്ണുതയായി തരം താഴ്ന്ന രീതിയിലേക്ക് കെജ്രിവാൾ പോയിരിക്കുന്നു. എന്തിന് പ്രധാനമന്ത്രിയെ നിങ്ങൾ ഇങ്ങനെ തരം താഴ്ത്തുന്നു? അല്ല, ഇവിടെ 2 കാര്യങ്ങൾ ശ്രീ സമ്പത്ത് പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് പറയാം. BCCI ഒരു പൊതുസ്ഥാപനമാണ് എന്നും അതിനെ പൊതുസ്ഥാപനമായി കണക്കാക്കണമെന്നും 3 കേസുകളിലെങ്കിലും
ഡൽഹി ഹൈക്കോടതി, സുപ്രീം കോടതി, കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പത്മകുമാർ മറക്കരുത്. രാഹുൽ മെഹ്റയുടെ കേസിൽ, ഈ ടെലിഫിലിമിന്റെ കേസിൽ, ബാലാജിയുടെ കേസിൽ, ഈ 3 കേസിലും കോടതി പറഞ്ഞു BCCIയെ പൊതുസ്ഥാപനമായാണ് കാണേണ്ടത്. അത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള അന്വേഷണത്തിനും BCCI ബാധകമാണ്. അതുകൊണ്ടാണ് ഇവിടെ തൊടുപുഴ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി പറഞ്ഞത്. കാരണം സ്റ്റേഡിയം വാങ്ങുന്നതടക്കം BCCIയുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ചിലവുകൾ പരിശോധിക്കാൻ വിജിലൻസിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ DDCAയുടെ അഴിമതി പരിശോധിക്കാൻ വിജിലൻസിന് അവകാശമുണ്ട്. വിജിലൻസ് ഇവരുടെ കയ്യിലായതുകൊണ്ട് ചെയ്യുന്നില്ല. അതാണ് ഇന്ത്യയിലെ നിയമം. രണ്ടാമത്, ഇതില് ഒരു പൈസയും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. പൈസ പറ്റിയിട്ടുണ്ട്. കാരണം ഇതിൽ നടപ്പാക്കിയപ്പോൾ ലോകേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു ചന്ദനത്തിരി കച്ചവടക്കാരനാണ് സ്റ്റേഡിയം പണിയാൻ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു സ്റ്റേഡിയം മഹത്തരമാണെന്ന്. ഈ ഡൽഹി സ്റ്റേഡിയത്തെ പറ്റി നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ സേഫ്റ്റിയെ കുറിച്ച്, അതിന്റെ വാടകയെ കുറിച്ച്, അതിലെ ചാർജുകളെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. 3, അതിൽ തന്നെ ഈ കൊടുത്തിട്ടുള്ള ലോകേഷ് ശർമ്മയും അതുപോലെയുള്ള ആളുകളും അരുൺ ജെയ്റ്റ്ലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നതാണ്. നേരത്തെ സുഷമ സ്വരാജിനെതിരെ വന്നപ്പോഴും ഇത് തന്നെയാണ്. ലളിത് മോഡി എന്ന് പറയുന്ന ആ ഒരു കള്ളന്റെ കമ്പനിയിൽ ലീഗൽ അഡ്വൈസറാണ് ഇദ്ദേഹത്തിന്റെ മകൾ, സുഷമ സ്വരാജിന്റെ മകൾ. അവിടെ വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാണ് സുഷമ സ്വരാജിന്റെ ഭർത്താവ്. ഇതൊന്നും ചെറിയ കാര്യമാണ്, ഇതൊന്നും പ്രശ്നമല്ല. അവിടെയാണ് നരേന്ദ്രമോദി പ്രസക്തമാവുന്നത്. നമുക്ക് അവസാനത്തെ 1 മിനിറ്റിൽ 3 പേരുടെ റെസ്പോൺസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം ശ്രീ കൊടിക്കുന്നിൽ, എന്തായാലും എന്താണ് ഇനിയിപ്പോൾ പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വകാര്യമാണ് എന്ന് BJP പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ, നാഷണൽ ഹെറാൾഡ് കേസ് നിങ്ങൾക്കും പറയാം ഞങ്ങളുടെ സ്വകാര്യ കാര്യമാണ് എന്ന്. അങ്ങനെ വാദിച്ച് ജയിക്കാൻ പോകുന്നുണ്ടോ ശ്രീ കൊടിക്കുന്നിൽ? ശ്രീ പത്മകുമാർ, നിങ്ങൾ അങ്ങനെ ഒരു തിരിച്ചൊരു അടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു പോവാം. ഞങ്ങളിതിൽ ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ കാരണം നിങ്ങൾ എന്തായാലും സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അന്വേഷണം നടത്താൻ ഞാൻ പറഞ്ഞല്ലോ, ആവശ്യപ്പെടേണ്ടത് ഈ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഒന്ന് വിവരാവകാശം അനുസരിച്ച് ഏതെങ്കിലും BCCIക്ക് ഒരു അപേക്ഷ കൊടുത്തുക. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്, നിങ്ങളുടെ പബ്ലിക് എന്നുള്ള പർവിയിൽ വരില്ല എന്ന് പറഞ്ഞ് മറുപടി കിട്ടും. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അവർ അന്വേഷണം ഉണ്ടെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആര് വേണോ അന്വേഷിക്കാൻ നടക്കട്ടെ. അതിന്റെ കാര്യം അത് പൊതുവാണെന്നുള്ള കാര്യം നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പല കാരണങ്ങളാൽ അദ്ദേഹം പറഞ്ഞൊരു കമേഴ്സ്യൽ ഇതുമാണ്. ഇത് എന്തെങ്കിലും ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷൻ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള ചുമതല അതിന്റെ BCCIക്കാണ്. അതിന്റെ ഓഡിറ്റിംഗ് എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്? ഡോക്ടർ സമ്പത്ത്, നമുക്ക് അവസാനിപ്പിക്കാം. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം, കീർത്തി ആസാദിൻ്റെ ആവശ്യം. അദ്ദേഹത്തിന് BJP നേതൃത്വം നൽകിയ ആ സസ്പെൻഷൻ നോട്ടീസിനുള്ള മറുപടി എഴുതുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ആയിരിക്കും എന്ന് കീർത്തി ആസാദ് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അത് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സൗകര്യവും പോലെ. പക്ഷേ BJP ഈ പറഞ്ഞ UPA സർക്കാരിൻ്റെ, കോൺഗ്രസ് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുറന്നുവിട്ട അഴിമതിയുടെ, ദുർഭൂതത്തിൻ്റെ ആ കയങ്ങളിൽ നിന്ന് ഒട്ടും വിമുക്തമല്ല എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സാമ്പത്തിക നയത്തിൽ മാത്രമല്ല അഴിമതിയുടെ കാര്യത്തിലും BJP UPA സർക്കാരിൻ്റെ പാത പിന്തുടരുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിന് വടി എടുത്തു കൊടുക്കണമോ BJP എന്നുള്ളത് ഇനി ആലോചിക്കേണ്ടത് നരേന്ദ്രമോദിയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ A. സമ്പത്ത്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ JR പത്മകുമാർ, ശ്രീ CR നീലകണ്ഠൻ.